Hello everyone, welcome to AFR Education. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫെമിനിസം ഇമ്പോർട്ടൻറ്റ് ബുക്സ് ആൻഡ് ഓതേഴ്സ്. നമുക്കറിയാം, നമ്മൾ ഏതൊരു ടോപ്പിക്ക് പഠിക്കുമ്പോഴും അത് റിലേറ്റഡ് ആയിട്ടുള്ള തിങ്കേഴ്സ് ഉണ്ടാവും, ആ തിങ്കേഴ്സിൻ്റെ ബുക്സും ഉണ്ടാവും. അപ്പോൾ ഏത് ടോപ്പിക്ക് പഠിക്കും നമ്മൾ ആ തിങ്കേഴ്സും അവരുടെ ബുക്സും ക്രൊണോളജിക്കൽ ഓർഡർ പഠിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് ഫെമിനിസം റിലേറ്റഡ് ആയിട്ടുള്ള തിങ്കേഴ്സിൻ്റെ ബുക്സ്, ഫെമിനിസം റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഫെമിനിസ്റ്റ് തിങ്കേഴ്സിൻ്റെ ബുക്സ് ക്രൊണോളജിക്കൽ ഓർഡറിൽ പഠിക്കാനാണ് പോകുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് മേരി വോളസ്റ്റോൺക്രാഫ്റ്റ് ആണ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് മേരി വോളസ്റ്റോൺക്രാഫ്റ്റ്. അപ്പം ഷീസ് കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദ ഫസ്റ്റ് മോഡേൺ ഫെമിനിസ്റ്റ്, ഫസ്റ്റ് മോഡേൺ ഫെമിനിസ്റ്റ് ആയിട്ടാണ് എന്ത് മേരി വോളസ്റ്റോൺക്രാഫ്റ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഷീസ് നോൺ ആസ് വൺ ഓഫ് ദി ഫസ്റ്റ് മോഡേൺ ഫെമിനിസ്റ്റ് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആണ് തോട്ട്സ് ഓൺ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസിനെ കുറിച്ച്, എസ്പെഷ്യലി ഫോർ വിമൻസ് എംപവർമെൻറ്റ്, എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്, ഫോർ ദ വിമൻസ് എംപവർമെൻറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന പുസ്തകമാണ് എന്ത് തോട്ട്സ് ഓൺ എഡ്യൂക്കേഷൻ. മേരിയ ഫിക്ഷനാണ്, നോവലാണ്, ഒറിജിനൽ സ്റ്റോറീസ് ഫ്രം റിയൽ ലൈഫ്. ഇത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മെന്നും വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വിമനും ആണ്. പിന്നെ വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ വാസ് എ റിയാക്ഷൻ അഗെയിൻസ്റ്റ് ഓർ റിയാക്ഷൻ ഓൺ ഓർ എ ആൻസർ ടു എഡ്വേർഡ് ബുർക്കിസ് ബുക്സ് റിഫ്ലക്ഷൻ ഓൺ റെവല്യൂഷൻ ഇൻ ഫ്രാൻസ് എന്ന് പറയുന്ന എഡ്വേർഡ് ബുർക്കിൻ്റെ പുസ്തകത്തിന് റിയാക്ട് ചെയ്താണ് എന്ത് വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മെൻ എന്ന് പറയുന്ന പുസ്തകം. ഷീ ബിലോങ്സ് ടു പീരീഡ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ സമയത്താണ് എന്ത് മേരി വോളസ്റ്റോൺക്രാഫ്റ്റ് ജീവിച്ചിരുന്നതും അദ്ദേഹത്തിൻ്റെ വർക്ക്സും കാര്യങ്ങളൊക്കെ എന്താണ് വരുന്നത് ഫ്രഞ്ച് റെവല്യൂഷൻ്റെ സമയത്താണ്. പിന്നെ ലെറ്റേഴ്സ് റിട്ടൺ ഇൻ സ്വീഡൻ, നോർവേ ആൻഡ് ഡെൻമാർക്ക്, മരിയോർ റോങ്സ് ഓഫ് വിമൻ പബ്ലിഷ് പോസ്റ്റ്ഹ്യൂമസ്ലി ബൈ ഹർ ഹസ്ബൻഡ്. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്. ഇതിൽ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഞാൻ പറയുന്നത് വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മെന്നും വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വിമനും ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇയർ നോട്ട് ചെയ്യുക 1792. പിന്നെ മേരിയ ഫിക്ഷൻ നോവലാണ്, ഫിക്ഷൻ വർക്കാണ്. തോട്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ബുക്സും ക്രൊണോളജിക്കൽ ഓർഡറിൽ തന്നെ നമ്മൾ പഠിക്കുക എന്നുള്ളത്, എല്ലാ തിങ്കേഴ്സിൻ്റെ ബുക്സും ക്രൊണോളജിക്കൽ ഓർഡറിൽ തന്നെ നമ്മൾ പഠിക്കുക എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതാണ് മേരി വോളസ്റ്റോൺക്രാഫ്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക്. അടുത്ത ബുക്സ് നോക്കാം, അടുത്ത തിങ്കർ നോക്കാം. അടുത്ത് സിമൺ ഡി ബിവിയർ ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ദ സെക്കൻഡ് സെക്സ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് വർക്കാണ് സെക്കൻഡ് സെക്സ്. ബാക്കിയെല്ലാം എന്താണ് ഫിക്ഷണൽ വർക്ക്സ് ആണ്, നോവൽസ് ആണ്. മെമ്മേഴ്സ് എന്ന് പറയുന്ന ഒരു ഓട്ടോബയോഗ്രഫിക്കൽ വർക്കാണ്. ബാക്കിയെല്ലാം നോവൽ അല്ലെങ്കിൽ ഫിക്ഷണൽ വർക്കാണ്. ഇതിൽ സെക്കൻഡ് സെക്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്. റാഡിക്കൽ ഫെമിനിസ്റ്റ് ആണ് സിമൺ ഡി ബിവിയർ. സെക്കൻഡ് സെക്സ് എന്ന് പറയുന്നത് റാഡിക്കൽ ഫെമിനിസം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്കാണ് സെക്കൻഡ് സെക്സ് എന്ന് പറയുന്നത്. കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഈ ബുക്സ് റിലേറ്റഡ് ആണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പുസ്തകത്തിലാണ് പറയുന്നത് വിമൺ ആർ മെയ്ഡ് നോട്ട് ബോൺ എന്ന് പറയുന്ന സിമൺ ഡി ബിവിയർ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വർക്ക് വരുന്നത്. ബ്ലഡ് ഓഫ് അതേഴ്സ്, ഓൾ മെൻ ആർ മോർട്ടൽ, എത്തിക്സ് ഓഫ് ആംബിഗ്യൂറ്റി, ഇതെല്ലാം ഒരു ഫിക്ഷണൽ വർക്ക്സ് ആണ്. സെക്കൻഡ് സെക്സ് ആണ് ഫെമിനിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള നോൺ ഫിക്ഷണൽ വർക്ക് എന്ന് പറയുന്നൊരു ഫെമിനിസ്റ്റ് ലിറ്ററേച്ചർ നമുക്ക് പെടുത്താവുന്ന ഒരു ബുക്കാണ് സെക്കൻഡ് സെക്സ് എന്ന് പറയുന്നത്. അപ്പം സെക്കൻഡ് സെക്സ് ആരും മറക്കരുത്. മാൻഡറിൻസ് ആണെങ്കിലും ഒരു നോവലാണ്. ബാക്കി എല്ലാ പുസ്തകവും നോവൽ അല്ല ഫിക്ഷൻ ആണ് എന്നുള്ളതാണ്. റാഡിക്കൽ ഫെമിനിസ്റ്റ് ആണ് ഈ ഒരു പുസ്തകം. സെക്കൻഡ് സെക്സ് എന്ന് പറയുന്നത് റാഡിക്കൽ ഫെമിനിസം റിലേറ്റഡ് ആയിട്ടുള്ളൊരു ടെക്സ്റ്റ് ബുക്കാണ്. അടുത്ത തിങ്കർ ജെർമൈൻ ഗ്രീൻ ആണ്. ജെർമൈൻ ഗ്രീൻ ഒരു റാഡിക്കൽ ഫെമിനിസ്റ്റ് ആണ്. പിന്നെ ഫീമെയിൽ ഔഞ്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഫീമെയിൽ ഔഞ്ച് എന്ന് പറയുന്നത്. ഇതാണ് ജെർമൈൻ ഗ്രീൻ. അപ്പം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒബ്സ്റ്റക്കിൾ റേസ്, അതും സ്ത്രീകൾ അനുഭവിക്കുന്ന ഡിസ്ക്രിമിനേഷനെ കുറിച്ചും പിന്നെ ഇൻജസ്റ്റിസിനെ കുറിച്ചൊക്കെയാണ് ഒബ്സ്റ്റക്കിൾ റേസ് എന്ന് പറയുന്ന പുസ്തകം ഡിസ്കസ് ചെയ്യുന്നത്. സെക്സ് ആൻഡ് ഡെസ്റ്റിനി, പൊളിറ്റിക്സ് ഓഫ് ഹ്യൂമൻ ഫെർട്ടിലിറ്റി, ഇതും വളരെ ഇമ്പോർട്ടൻ്റ്. സെക്സ് ആൻഡ് ഡെസ്റ്റിനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ചേഞ്ച് വിമൻ ഏജിങ് ആൻഡ് മെനോപോസ്, ദ ഹോൾ വിമൻ ബ്യൂട്ടിഫുൾ ബോയ്, ദ ഫ്യൂച്ചർ ഓഫ് ഫെമിനിസം, ഓൺ റേജ് ആൻഡ് റേപ്പ്, ഇതെല്ലാം ഫെമിനിസം റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് ആണ്. നമുക്ക് പേര് കേട്ടാൽ തന്നെ അറിയാം, വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ ഓരോ മേഖലയിൽ അല്ലെ ഓരോ തരത്തിൽ എന്താണ് സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, വേദനകൾ, സ്ട്രഗിൾസ്, അതിനെക്കുറിച്ചൊക്കെയാണ് എന്ത് ഈ ഒരു പുസ്തകങ്ങൾ പറയുന്നത്. ഇദ്ദേഹം ഒരു റാഡിക്കൽ ഫെമിനിസ്റ്റ് ആയിരുന്നു. റാഡിക്കൽ ഫെമിനിസം റിലേറ്റഡ് ആയിട്ടുള്ള തിങ്കറാണ് ജെർമൈൻ ഗ്രീൻ. അപ്പം ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പുസ്തകങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം നോട്ട് ചെയ്തിൽ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫീമെയിൽ ഔഞ്ച്, സെക്സ് ആൻഡ് ഡെസ്റ്റിനി എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാണുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റാഡിക്കൽ ഫെമിനിസം നമ്മൾ പഠിച്ചപ്പോൾ ലൈവ് ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്ത പുസ്തകങ്ങൾ ഫീമെയിൽ ഔഞ്ച് ആൻഡ്
സെക്സ് ആൻഡ് ഡെസ്റ്റിനി ആണ്. ബാക്കി പുസ്തകങ്ങൾ അങ്ങനെ ഡിസ്കസ് ചെയ്യുന്നില്ല, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക. അത് ഇയർ ക്രോണോളജിക്കൽ ഓർഡർ തന്നെ എല്ലാവരും നോട്ട് ചെയ്യുക. അടുത്ത തിങ്കറാണ് ബെറ്റി ഫ്രൈഡ്മാൻ. ബെറ്റി ഫ്രൈഡ്മാൻ ഒരു റാഡിക്കൽ ഫെമിനിസ്റ്റ് ആണ് നമുക്ക് പറയാൻ പറ്റും. ബെറ്റി ഫ്രൈഡ്മാൻ, ദ ഫീമെയിൽ മിസ്റ്റിക്യൂ, ദ പ്രോബ്ലം ദാറ്റ് ഹാസ് നോ നെയിം, ഇറ്റ് ചേഞ്ച് മൈ ലൈഫ്, ദ സെക്കൻഡ് സ്റ്റേജ്, ദ ഫൗണ്ടേഷൻ ഓഫ് ഏജ്, ബിയോണ്ട് ജെൻഡർ, ലൈഫ് സോഫ. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് വർക്ക്. ഇതിൽ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫീമെയിൽ മിസ്റ്റിക്യൂ ആണ്. സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇതും സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അല്ലെ സ്ത്രീകൾ അനുഭവിക്കുന്ന എന്താണ് സ്ത്രീകൾ മെയിനായിട്ട് അനുഭവിക്കുന്നത്. ഒരു നമ്മളെ വീടുകളിൽ തുടങ്ങി പബ്ലിക് സ്പേസിലേക്ക് വരുമ്പോൾ എന്താണ് എല്ലാ മേഖലയിലും എല്ലാ സ്ഥലത്തും എങ്ങനെയാണ് സ്ത്രീകൾ എന്ത് പ്രശ്നമാണ് അനുഭവിക്കുന്നത്, അതാണ് എന്താണ് മെയിനായിട്ട് അനുഭവിക്കുന്നത്, എന്താണ് അവരുടെ പ്രശ്നം എന്നുള്ളതാണ്. എന്താണ് പ്രശ്നം, അതിനനുസരിച്ച് സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ എന്താണ് മെയിനായിട്ട് പ്രശ്നം എന്നറിഞ്ഞാൽ നമുക്ക് എന്താണ് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ആ ഒരു പ്രശ്നത്തെയാണ് എന്ത് ഫെമിനൈൻ മിസ്റ്റിക്യൂ അഡ്രസ്സ് ചെയ്യുന്നത്. റാഡിക്കൽ തിങ്കറാണ്. പ്രോബ്ലം ദാറ്റ് ഹാസ് നോ നെയിം, അത് പ്രോബ്ലം ദാറ്റ് ഹാസ് നോ നെയിം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ സ്ത്രീകൾ മെയിനായിട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതിനൊരു പ്രോബ്ലം, അതിനൊരു സ്പെസിഫിക് ആയിട്ട് പേര് നമുക്ക് പറയാൻ പറ്റില്ല, അതിനെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. പല മേഖലയിലും പല രീതിയിലുമാണെന്ത് സ്ത്രീകൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. ഇറ്റ് ചേഞ്ച് മൈ ലൈഫ്. ഒരു മെമ്മർ ബേസ്ഡ് ഓൺ ഹെർ എക്സ്പീരിയൻസ് ആണ്, ബേസ്ഡ് ഓൺ ഹെർ ലൈഫ് ആയിട്ടുള്ള പുസ്തകമാണ്. സെക്കൻഡ് സ്റ്റേജ്, അത് ഒരു ന്യൂ പെർസ്പെക്റ്റീവിലാണ് ഫെമിനിസ്റ്റ് ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്ന പുസ്തകം ന്യൂ പെർസ്പെക്റ്റീവിലാണ് ഫെമിനിസ്റ്റ് ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒരു ന്യൂ ഫെമിനിസ്റ്റ് ട്രഡീഷൻ അല്ലെങ്കിൽ ന്യൂ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിലാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്ന പുസ്തകം ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. ദ ഫൗണ്ടേഷൻ ഓഫ് ഏജ്, ബിയോണ്ട് ജെൻഡർ, ലൈഫ് സോഫ. ഇതിൽ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫീമെയിൽ മിസ്റ്റേക്ക് ആണ്. ദ പ്രോബ്ലം ദാറ്റ് ഹാസ് നോ നെയിമും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കാണുക. ബെറ്റി ഫ്രൈഡ്മാൻ്റെ ഇതാണ് ബെറ്റി ഫ്രൈഡ്മാൻ. കെയ്റ്റ് മില്ലറ്റ് ആണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെയ്റ്റ് മില്ലറ്റ് ഇതാണ്. അപ്പം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റാഡിക്കൽ ഫെമിനിസ്റ്റ് ആണ് കെയ്റ്റ് മില്ലറ്റ്. പാട്രിയാർക്കൽ ഗവൺമെന്റിനെ കുറിച്ചൊക്കെ സംസാരിച്ചത്. ഒരു പാട്രിയാർക്കൽ ഗവൺമെന്റ്, ഒരു ഗവൺമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, പാട്രിയാർക്കൽ ആണ്. നമ്മുടെ ഗവൺമെന്റും അതോടൊപ്പം തന്നെ സൊസൈറ്റി എല്ലാം എന്താണ്, പാട്രിയാർക്കൽ ആണ് എന്ന് പറഞ്ഞ ആരാണ്, കെയ്റ്റ് മില്ലറ്റ് ആണ്. അപ്പോൾ പാട്രിയാർക്കൽ ഗവൺമെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നത് കെയ്റ്റ് മില്ലറ്റ് ആണ്. അതിൽ വെരി വെരി ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്ന് പറയുന്നത് സെക്ഷൽ പൊളിറ്റിക്സ് ആണ്. കെയ്റ്റ് മില്ലറ്റിന്റെ സെക്ഷൽ പൊളിറ്റിക്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ്. പിന്നെ വരുന്നത് ഏതാണ്, ഫ്ലൈയിങ്. ഇതെല്ലാം നോൺ ഫിക്ഷൻ വർക്കാണ്. പിന്നെ ഫ്ലൈയിങ് മെയിനായിട്ട് സംസാരിക്കുന്നത് ഈ ഒരു സെക്ഷൽ പൊളിറ്റിക്സ് പബ്ലിഷ് ചെയ്യപ്പെട്ട ശേഷം എന്താണ്, അദ്ദേഹം ഒരു വലിയൊരു തിങ്കറായി മാറുന്നു, അല്ലെങ്കിൽ ഒരു ലൈം ലൈറ്റിലേക്ക് വരുന്നു. അക്കാഡമിക്സ് ഫീൽഡിൽ അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് ലിറ്ററേച്ചർ ഫീൽഡിൽ എന്താണ്, ഒരു ലൈം ലൈറ്റിലേക്ക് വരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചാണ് ഫ്ലൈയിങ് സംസാരിക്കുന്നത്. അപ്പം ബാക്കിയെല്ലാ പുസ്തകം എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫെമിനിസ്റ്റ് ഗോയിങ് ടു ഇറാൻ വേറൊരു എക്സ്പീരിയൻസ്, വേറെ ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മറ്റ് ഇറാനിൽ ഉള്ള ഒരു എക്സ്പീരിയൻസ്, ഇറാനിൽ ചെന്നപ്പോൾ ഉള്ള എക്സ്പീരിയൻസിനെ കുറിച്ചാണ് ഗോയിങ് ടു ഇറാൻ സംസാരിക്കുന്നത്. ബാക്കിയെല്ലാം പിന്നെ മദർ മില്ലറ്റ് എന്ന് പറയുന്ന ഒരു മെമ്മറാണ്, ഒരു ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടുള്ള ബുക്കാണ്. ബാക്കിയെല്ലാം എന്താണ്, ഫെമിനിസ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലിറ്ററേച്ചർ ആണ്, ബുക്സ് ആണ്. സെക്ഷൽ പൊളിറ്റിക്സ് ആണെങ്കിലും ഫ്ലൈയിങ് ആണെങ്കിലും പൊളിറ്റിക്സ് ഓഫ് ക്രൂവൽറ്റി ആണെങ്കിലും. അപ്പോൾ ഇതൊക്കെയാണ് കെയ്റ്റ് മില്ലറ്റ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൽ പൊളിറ്റിക്സ് ആണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതിലാണ് പാട്രിയാർക്കൽ ഗവൺമെന്റിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത തിങ്കർ നോക്കാം. അടുത്താണ് ഷുലാമിത് ഫയർസ്റ്റോൺ. ഒരു റാഡിക്കൽ പ്ലസ് രണ്ട് രീതിയിൽ നമുക്ക് ഷുലാമിത് ഫയർസ്റ്റോൺ നമുക്ക് കാണാൻ പറ്റും. രണ്ട് രീതി, അതായത് സോഷ്യലിസ്റ്റ് ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് കാണാം, ഒരു മാർക്സിസ്റ്റ് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് കാണാൻ പറ്റും. അതുപോലെ റാഡിക്കൽ പെർസ്പെക്റ്റീവ് നമുക്ക് എന്താണ് ഷുലാമിത് ഫയർസ്റ്റോണിന്റെ വർക്സിനെ കാണാൻ പറ്റും. എന്നുള്ളതാണ് വർക്സിനെ, ഐഡിയോളജി ഫെമിനിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് നമുക്ക് കാണാൻ പറ്റും, പെർസ്പെക്റ്റീവ് നമുക്ക് കാണാൻ പറ്റും. അതായത് ഡയലക്റ്റിക്സ് ഓഫ് സെക്സ് വളരെ വളരെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഡയലക്റ്റിക് ഓഫ് സെക്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള വർക്കാണ് ഡയലക്റ്റിക് ഓഫ് സെക്സ്, ദ കേസ് ഫോർ ഫെമിനിസ്റ്റ് റെവല്യൂഷൻ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് വർക്ക്. അതൊരു സോഷ്യലിസ്റ്റ് മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവിലാണ് ഷുലാമിത് ഫയർസ്റ്റോൺ. ഈ ഒരു ജെൻഡർ ഇഷ്യൂനെ അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഇഷ്യൂസിനെ കാണാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ജെൻഡർ ഇഷ്യൂസിനെ കാണാൻ ശ്രമിക്കുന്നത് ഡയലക്റ്റിക് ഓഫ് സെക്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ. ഇനി എല്ലാ സ്പേസസും ഒരു ഇമ്പോർട്ടൻ്റ് ആയുള്ള വർക്കാണ്. ഇതിൽ ഏറ്റവും വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഡയലക്റ്റിക് ഓഫ് സെക്സ് ആണ്. ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ളത് ഈ ഒരു പുസ്തകം റിലേറ്റഡ് ആണ്. അത് മാച്ച് ദ ഫോളോയിങ്ങിലായിരിക്കാം, ഡയറക്റ്റ് ആയിരിക്കാം. അപ്പം ഡയലക്റ്റിക് ഓഫ് സെക്സ് ആണ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയുള്ള വർക്ക്. അത് നിങ്ങളാണ് ജീൻ ബി എൽസ്റ്റൈൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ ഒരു തിങ്കർ IR വരുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. IR നമ്മൾ ഫെമിനിസത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലേ. IR തിയറീസ് പഠിക്കുമ്പോൾ ഫെമിനിസം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിറ്റിക്കൽ ട്രഡീഷൻ ആണ്. ഫെമിനിസം എന്ന് പറയുന്ന IR ഒരു ഇമ്പോർട്ടൻറ്റ് ഫെമിനിസ്റ്റ് ഒരു ഫ്രെയിം വർക്കാണ്, തിയറിറ്റിക്കൽ ഫ്രെയിം വർക്കാണ്, തിയറിറ്റിക്കൽ ട്രഡീഷൻ ആണ്. അപ്പം ആ ഒരു പെർസ്പെക്റ്റീവിൽ എന്താണ്,
ജീൻ ബേഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പബ്ലിക് മാൻ പ്രൈവറ്റ് വിമൺ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കാണ് പബ്ലിക് മാൻ പ്രൈവറ്റ് വിമൺ എന്ന് പറയുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഫെമിനിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള തീംസ് ഡിസ്കസ് ചെയ്തപ്പോൾ പബ്ലിക് മാൻ പ്രൈവറ്റ് വിമൺ പ്രശ്നം അല്ലെങ്കിൽ എന്താണ് പബ്ലിക് മാൻ പ്രൈവറ്റ് വിമൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ വിമൺ ആൻഡ് വാർ എന്താണ് യുദ്ധത്തിന് സമയത്ത്, യുദ്ധം വരുമ്പോൾ അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ സമയത്ത് എന്താണ് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെയാണിത് ഈ ഒരു സമയത്ത്. സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല സ്ത്രീകളുടെ ഇമ്പോർട്ടൻസ് കൂടെയാണ് ഈ ഒരു പുസ്തകം പിന്നെ ഡിസ്കസ് ചെയ്യുന്നത്. ഡെമോക്രസി ഓൺ ട്രയൽ, അഗസ്റ്റിൻ ആൻഡ് ലിമിറ്റ്സ് ഓഫ് പൊളിറ്റിക്സ്, റിയൽ പൊളിറ്റിക്സ് അറ്റ് ദ സെൻറ്റർ ഓഫ് എവരിഡേ ലൈഫ്, ജസ്റ്റ് വാർ അഗൈൻസ്റ്റ് ടെറർ, ഇതൊക്കെ IR റിലേറ്റഡ് ആയിട്ടുള്ള പുസ്തകമാണ്. അഗസ്റ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് പൊളിറ്റിക്കൽ ഫിലോസഫിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ റിയൽ പൊളിറ്റിക്സ് അറ്റ് ദ സെൻറ്റർ ഓഫ് എവരിഡേ ലൈഫ്, എങ്ങനെയാണ് പൊളിറ്റിക്സ് നമ്മളെ എവരിഡേ ലൈഫിനെ ബാധിക്കുന്നത് എന്ന പെർസ്പെക്റ്റീവിൽ പറയുന്ന പുസ്തകമാണ്. അപ്പോൾ ഇതിൽ വെരി ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിൽ വെരി ഇമ്പോർട്ടൻറ്റ് പൊളിറ്റിക്കൽ തിയറി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ യൂണിറ്റ് 1 വരുമ്പോൾ വെരി ഇമ്പോർട്ടൻറ്റ് വരുന്നത് പബ്ലിക് മാൻ പ്രൈവറ്റ് വിമൺ ആണ്. ഫെമിനിസം പെർസ്പെക്റ്റീവിൽ വരുമ്പോൾ പിന്നെ IRൽ വരുമ്പോൾ ജസ്റ്റ് വാർ അഗെയിൻസ്റ്റ് ടെററും പിന്നെ വിമൺ ആൻഡ് വാറൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ബുക്സാണ്. അടുത്ത ഒരു തിങ്കറാണെന്ത് ജൂലിയറ്റ് മിഷൽ. ഒരു സോഷ്യലിസ്റ്റ് തിങ്കറാണ്, സോഷ്യലിസ്റ്റ് ഫെമിനിസ്റ്റ് ആണ്, സോഷ്യൽ ഫെമിനിസ്റ്റ് ആണ്. അതോടൊപ്പം തന്നെ ഒരു സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവിൽ ഒരു സൈക്കോളജിസ്റ്റും കൂടാണ്. സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവിൽ പിന്നെ ഫെമിനിസ്റ്റെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ജൂലിയറ്റ് മിക്കേൽ ഒരു സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവിൽ എന്താണ് ഫെമിനിസ്റ്റെ കുറിച്ച് പറയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ദ വിമൻ ദ ലോങ്സ്റ്റ് റെവല്യൂഷൻ ഇമ്പോർട്ടൻ്റ് വർക്കാണ്. വിമൻസ് എസ്റ്റേജ്, സൈക്കോ അനാലിസിസ് ആൻഡ് ഫെമിനിസം, ഒരു സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവിൽ ഫെമിനിസ്റ്റെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു. പിന്നെ ഫാട്രിയാർക്കി. എന്താണ് ഫാട്രിയാർക്കി? ഇറ്റ് ഈസ് എ സോഷ്യൽ സിസ്റ്റം വെർ പവർ ഈസ് കൺട്രോൾഡ് ബൈ ബ്രദർ. It is a social system where power is controlled by brother. അതാണ് ഫാട്രിയാർക്കി, ഇത് സിബ്ലിംഗ് ട്രോമ ആൻഡ് ലോ ഓഫ് ദ മദർ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഒരു പുസ്തകം സംസാരിക്കുന്നത്. ഇത് വിമൻ ദ ലോങ്സ്റ്റ് റെവല്യൂഷൻ, വിമൻസ് എസ്റ്റേജ്, സൈക്കോ അനാലിസിസ്, ഫെമിനിസം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫാട്രിയാർക്കി നോട്ട് ചെയ്യുക കേട്ടോ, കോൺസെപ്റ്റ് നോട്ട് ചെയ്യുക. ഒരു സോഷ്യോളജിക്കൽ പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവിൽ ഫാട്രിയാർക്കി എന്ന് പറയുന്ന പിന്നെ പെർസ്പെക്റ്റീവ് ഒരു ന്യൂ ആയിട്ടുള്ള ടേം അല്ലേ, ഒരു പുതിയ ടേമാണ് ഈ ഫാട്രിയാർക്കി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സോഷ്യൽ സിസ്റ്റം വെർ പവർ ഈസ് കൺട്രോൾഡ് ബൈ ബ്രദർ എന്നാണ്. അപ്പം ഒക്കെ നോട്ട് ചെയ്യുക. ഇതൊക്കെയാണ് ജൂലിയറ്റ് മിഷേലിൻ്റെ ഇമ്പോർട്ടൻ്റ് വർക്ക്സ്. അടുത്ത തിങ്കർ ആരാണ്? ഇവാ ഫിക്സ് ആണ്. ഒരു റാഡിക്കൽ ഫെമിനിസ്റ്റ് ആണ്. ഇവാ ഫിക്സ് ഒരു റാഡിക്കൽ ഫെമിനിസ്റ്റ് ആണ്. പാട്രിയാർക്കൽ ആറ്റിറ്റ്യൂഡ്സ് വെരി ഇമ്പോർട്ടൻ്റ് വർക്കാണ്. ഇവാ ഫിക്സിൻ്റെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പാട്രിയാർക്കൽ ആറ്റിറ്റ്യൂഡ്സ്, അത് പാട്രിയാർക്കൽ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരു പാട്രിയാർക്കൽ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് എന്ത് ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത്. പിന്നെ ട്രാജഡി ആൻഡ് സോഷ്യൽ റെവല്യൂഷൻ, നെല്ലീസ് വേർഷൻ, സെക്സ് ആൻഡ് സഫോട്ടേജ്, വിമൻ റൈറ്റേഴ്സ് ടു 1850s, 7 ages, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള വർക്ക്. ഇതിൽ വെരി ഇമ്പോർട്ടൻറ്റ് പാട്രിയാർക്കൽ ആറ്റിറ്റ്യൂഡ്സ് ആണ്. ഈ ഒരു പുസ്തകത്തെക്കുറിച്ചാണ് മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഒരു റാഡിക്കൽ ഫെമിനിസ്റ്റ് ആണ് ഇവാ ഫിക്സ്, ഒരു റാഡിക്കൽ ഫെമിനിസ്റ്റ് ആണ്. പിന്നെ സൂസൻ ബ്രൗൺ മില്ലർ ഒരു റാഡിക്കൽ ഫെമിനിസ്റ്റ് ആണ്. ഐഡിയോളജി ഓഫ് റേപ്പിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സൂസൻ ബ്രൗൺ മില്ലർ ആണ്. എന്താണ് പിന്നെ ഐഡിയോളജി ഓഫ് റേപ്പ് അല്ലെങ്കിൽ ഫോഴ്സ്, കൊയേഷൻ, എങ്ങനെയാണ് കൊയേഷൻ വർക്കാകുന്നത് ഒരു പാട്രിയാർക്കൽ സിസ്റ്റത്തിൽ, പുരുഷന്മാർ എങ്ങനെയാണ് കൊയേഷൻ യൂസ് ചെയ്യുന്നത്, സ്ത്രീകളെ കൺട്രോൾ ചെയ്യാൻ കൊയേഷനും ഫോഴ്സും പിന്നെ റേപ്പും അതുപോലുള്ള പിന്നെ അട്രോസിറ്റീസും വയലൻസ് ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് സൂസൻ ബ്രൗൺ മില്ലർ അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ മെയിനായിട്ട് പറയുന്നത്. എഗെയിൻസ്റ്റ് ഓഫ് വിൽ ഇമ്പോർട്ടൻ്റ് വർക്കാണ്. അതിലാണ് ഐഡിയോളജി ഓഫ് റേപ്പിനെ കുറിച്ചൊക്കെ പറയുന്നത്. ഐഡിയോളജി ഓഫ് റേപ്പിനെ കുറിച്ചൊക്കെ സൂസൻ ബ്രൗൺ മില്ലർ പറയും. എഗെയിൻസ്റ്റ് ഓഫ് വിൽ, ഫെമിനിറ്റി, ഇൻ അവർ ടൈം, മെമ്മർ ഓഫ് എ റെവല്യൂഷൻ, ഇതൊക്കെയാണ് മെയിനായിട്ട് വർക്ക് വരുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ് എഗെയിൻസ്റ്റ് ഓഫ് വില്ലാണ്. അതിലാണ് മെയിനായിട്ട് എങ്ങനെയാണ് പുരുഷന്മാർ ഫോഴ്സിലൂടെ അല്ലെങ്കിൽ വയലൻസിലൂടെ അട്രോസിറ്റീസിലൂടെ എങ്ങനെയാണ് സ്ത്രീകളെ കൺട്രോൾ ചെയ്യുന്നത്, പേടിപ്പിച്ച് ഫിയറിലൂടെ. ഹൗ മെയിൽ കൺട്രോൾ ഫീമെയിൽ പോപ്പുലേഷൻ അല്ലെങ്കിൽ വിമൻ ത്രൂ ഫിയർ ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നതാണ് സൂസൻ ബ്രൗൺ മില്ലർ മെയിനായിട്ട് പറയുന്നത്. ഇദ്ദേഹം ഒരു റാഡിക്കൽ ഫെമിനിസ്റ്റ് ആണ്. അടുത്ത തിങ്കർ ആരാണ്? അടുത്ത തിങ്കർ സൂസൻ ഫലൂദിയാണ്. സൂസൻ ഫലൂദി മെയിനായിട്ട് പറയുന്നത് ബാക്ക്ലാഷ് ഓൺ ഫെമിനിസത്തെ കുറിച്ച് സംസാരിക്കുന്നത് സൂസൻ ഫലൂദിയാണ്. അതായത്
1990s ഒക്കെ ആയപ്പോൾ 1980s യു എസ് എയിൽ യു കെയിലൊക്കെ ഒരു കൺസർവേറ്റീവ് ഗവൺമെൻറ് ആണ് വരുന്നത്, ഫോം ചെയ്യുന്നത്. അപ്പോൾ ആ കൺസർവേറ്റീവ് ഗവൺമെൻറ് ഫോം ചെയ്യുന്നു, ഒരു പോപ്പുലർ കൺസർവേറ്റീവ് ഗവൺമെൻറ് ഫോം ചെയ്യുന്നു. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസിക്വൻസ്, ഫെമിനിസം ഫേസ് ചെയ്ത ചലഞ്ചസ്, ഫെമിനിസം എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ട്രഡീഷൻസ് ഫേസ് ചെയ്ത ചലഞ്ചസ്, ക്രിറ്റിസിസംസ്, അപ്പോൾ അതിനെയാണ് എന്ത് ബാക്ക്ലാഷ് ഓഫ് ഫെമിനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൺസർവേറ്റീവ് ഗവൺമെൻറ് സ്വാഭാവികമായിട്ട് ഫോം ചെയ്യുമ്പോൾ എന്താണ്, പുതിയ പ്രോഗ്രസീവ് ആയിട്ടുള്ള പിന്നെ ട്രഡീഷൻസിനെ നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന ട്രഡീഷൻസിനെയും കാര്യങ്ങളെയൊക്കെ ചലഞ്ച് ചെയ്ത് വരുന്ന മൂവ്മെൻറ്റ്സിനെയൊക്കെ എന്താണ് ക്രിറ്റിസൈസ് ചെയ്യും, കോൺസെപ്റ്റ്സിനെയും മൂവ്മെൻറ്റ്സിനെയും ഐഡിയോളജീസിനെയൊക്കെ ക്രിറ്റിസൈസ് ചെയ്യും. അപ്പം അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്രിറ്റിസിസംസ് കാര്യങ്ങളൊക്കെയാണ് ബ്ലെയിം ഇറ്റ് ഓൺ ഫെമിനിസം അല്ലെങ്കിൽ ബാക്ക്ലാഷ് ഓൺ ഫെമിനിസം ആണ്. ബ്ലെയിം ഇറ്റ് ഓൺ ഫെമിനിസം ആണ് മെയിനായിട്ട് ഇവിടെ പറയുന്നത്. ബാക്ക്ലാഷ് ദ അൺഡിക്ലെയർഡ് വാർ അഗെയിൻസ്റ്റ് അമേരിക്കൻ വിമൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത് ബ്ലെയിം ഇറ്റ് ഓൺ ഫെമിനിസം സിൻഡ്രോം. അതായത് സമൂഹത്തിൽ നടക്കുന്ന എല്ലാ ഈവിൾസിനും സോഷ്യൽ ഈവിൾസ് ആകട്ടെ, മറ്റു തരത്തിലുള്ള എല്ലാ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ മോശമായിട്ടുള്ള കാര്യങ്ങൾക്ക് അതിൻ്റെ കാരണം ഫെമിനിസം ആണെന്നാണ് ബ്ലെയിം ഇറ്റ് ഓൺ ഫെമിനിസം സിൻഡ്രോം പറയുന്നത്. അതാണ് ബാക്ക്ലാഷ് ദ അൺഡിക്ലെയർഡ് വാർ അഗെയിൻസ്റ്റ് അമേരിക്കൻ വിമൻ എന്ന് ആ ഒരു പുസ്തകത്തിൽ മെയിനായിട്ട് പറയുന്നത്. സ്റ്റിഫ് ദ ബിട്രയൽ ഓഫ് അമേരിക്കൻ മാൻ, ദ ടെറർ ആൻഡ് ഡ്രീം, ഫിയർ ആൻഡ് ഫാൻറ്റസി ഇൻ പോസ്റ്റ് 9/11 അമേരിക്ക, ഒരു IR റിലേറ്റഡ് വർക്കാണ് ഇൻ ദ ഡാർക്ക്നെസ്. ഇതിൽ വെരി ഇമ്പോർട്ടൻറ്റ് ബാക്ക്ലാഷ് ദ അൺഡിക്ലെയർഡ് വാർ അഗെയിൻസ്റ്റ് അമേരിക്കൻ വിമൻ ആൻഡ് സ്റ്റിഫ് ദ ബിട്രയൽ ഓഫ് അമേരിക്കൻ മാൻ ആണ് ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ ബ്ലെയിം ഇറ്റ് ഓൺ ഫീമെയിൽ സിൻഡ്രോം അല്ലെങ്കിൽ ബ്ലെയിം ഇറ്റ് ഓൺ ഫെമിനിസം സിൻഡ്രോം, അതിനെക്കുറിച്ചാണ് മെയിനായിട്ട് സൂസൻ ഫലൂടി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഫെമിനിസം റിലേറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങൾ. അപ്പോൾ ഏതൊരു നമ്മൾ തിങ്കറിനെ പഠിക്കുമ്പോഴും ഏതൊരു കോൺസെപ്റ്റ് പഠിക്കുമ്പോഴും ആ കോൺസെപ്റ്റ് റിലേറ്റഡ് തിങ്കറാണോ, ഫെമിനിസം ആണെങ്കിൽ നമ്മൾ ഒരുപാട് തിങ്കേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത തിങ്കേഴ്സ് ഉണ്ട്, ലിബറലിസം ആണ് ഡിസ്കസ് ചെയ്ത തിങ്കേഴ്സ് ഉണ്ട്, മാർക്സിസം ആണ് ഒരുപാട് തിങ്കേഴ്സ് ഉണ്ട് മാർക്സ് റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ ഓരോ തിങ്കേഴ്സ് നമ്മൾ പഠിക്കുമ്പോൾ അവരുടെ പുസ്തകം ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെ പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെരി ഇമ്പോർട്ടൻ്റ് ആയ പുസ്തകം നോട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയുള്ള പുസ്തകങ്ങൾ ആ കോൺസെപ്റ്റ് റിലേറ്റഡ് ആയുള്ള പുസ്തകങ്ങളെല്ലാം ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലുള്ള കണ്ടൻസിനും വീഡിയോസിനും നമ്മൾ ഐഫർ എഡ്യൂക്കേഷൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഗൈഡൻസ്, പിന്നെ നമ്മുടെ വാട്സപ്പ് ഗൈഡൻസ് ഗ്രൂപ്പ് അവൈലബിൾ ആണ്. ക്വാളിറ്റി ഗൈഡൻസിനും ക്വാളിറ്റി മെറ്റീരിയൽസിനും ആ ഗ്രൂപ്പ് ആക്സസ് ചെയ്യാൻ വേണ്ടി താഴെ തന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ഗൈഡൻസ് ഗ്രൂപ്പിൽ മെമ്പർ ആകുക എന്നുള്ളതാണ്. അപ്പം അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ ഫ്രം ഐഫർ എഡ്യൂക്കേഷൻ.